ഓക്കെ. നമുക്ക് ഡി കിട്ടി. ഡിഫറൻസ് എത്രയാണ്? -1 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിലെ ഒന്നാമത്തെ ഇക്വേഷനോ രണ്ടാമത്തെ ഇക്വേഷനിലോ നമ്മൾ എന്ത് ചെയ്യുക? എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഡിയുടെ വാല്യൂ അത് ഇട്ട് കൊടുക്കുക. അതാ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. എ പ്ലസ് 4d ഈക്വൽ ടു 10. എ പ്ലസ് 4d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10. എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. 4 ഇൻറ്റു ഡിയുടെ വാല്യൂ എത്രയായിരുന്നു? -1 ഈക്വൽ ടു 10. 4 ഇൻറ്റു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ പ്ലസ് -4 ഈക്വൽ ടു 10. -4നെ ഈക്വലിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ്. എ ഈക്വൽ ടു -4 ഈക്വലിനപ്പുറത്തേക്ക് ഇവിടെ പ്ലസും മൈനസും വന്നാലും മൈനസ് തന്നെയാണ്. ഈ -4 അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറും? എന്താണ്? പ്ലസ്. 10 പ്ലസ് 4 നിങ്ങൾക്ക് കിട്ടി 14. ഇതിൻ്റെ ആൻസറും ഇവിടെ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. T15 ഈക്വൽ ടു എ പ്ലസ് 14d. എയുടെ വാല്യൂ എത്രയായിരുന്നു? 14 പ്ലസ് 14 ഇൻറ്റു -1. ഡിയുടെ വാല്യൂ -1. നിങ്ങൾക്ക് എന്ത് കിട്ടും? 14 ഇൻറ്റു -1 -14. ഉത്തരം നിങ്ങൾക്ക് എന്ത് കിട്ടി? T15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. T15ൻ്റെ വാല്യൂ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0. ഇനി T25ൻ്റെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. T25 എന്ന് പറയുമ്പം ദാ അതും എ പ്ലസ് 24d ആണ്. ദാ എയുടെ വാല്യൂ നിങ്ങൾക്കറിയാം 14 പ്ലസ് 24 ഇൻറ്റു -1. 24 ഇൻറ്റു -1 -24. ദാ 40 മൈനസ് 24. നിങ്ങൾക്ക് എന്ത് കിട്ടും? ദാ എത്ര? 0. 2ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1. ഈസിയാണ്. 10 കിട്ടി. വേറെ 10 ആണോ? ചെറിയ സംഖ്യയിൽ നിന്നാണ് വലിയ സംഖ്യ കുറച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? -10 കൊടുക്കുക. നിങ്ങളുടെ ആൻസർ എന്ത് കിട്ടി? -10. എല്ലാ കുട്ടികളും എഴുതിയെടുക്കുക. പ്രോപ്പറായിട്ട് ചെയ്ത് പഠിക്കുക. ഒരു 3 to 4 or 5 ടൈംസ് നിങ്ങൾ എഴുതി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇനി നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇനി ഒട്ടും സമയമില്ല പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കാനായിട്ട്. ചെയ്ത് പഠിക്കുക. മാത്സ് എപ്പോഴും ചെയ്ത് തന്നെ പഠിക്കണം. നോക്കി പഠിച്ചതുകൊണ്ടോ കാണാതെ പഠിച്ചതുകൊണ്ടോ മാത്സ് കയ്യിൽ നിൽക്കില്ല.